ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു ചോക്ലേറ്റ് കേക്ക് ആയിട്ടാണ് വന്നേക്കുന്നത്. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. സ്പഞ്ച് കേക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കുറെ പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു. എന്താ പാത്തു അറിയൂ നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോണേ? അവിടെ പറയണോ? കേക്കില് ചോക്ലേറ്റ് കേക്ക്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. നമ്മള് ഫസ്റ്റ് ഓയിൽ ഒഴിക്കുകയാണ്. ഇതിന്റെ എല്ലാത്തിന്റെ മെഷർമെന്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫസ്റ്റ് ഓയിൽ ഒഴിച്ചു, പിന്നെ കേർഡ്. ഇത് കേർഡിന് പകരം എഗ്ഗ് യൂസ് ചെയ്യാം. ഞാനപ്പോൾ ആദ്യം പറഞ്ഞിരുന്നില്ല എഗ്ഗ് ഇല്ലാണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കണേ. ഇത് ഷുഗർ പൊടിച്ചു വെച്ചേക്കണതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഫസ്റ്റ് മിക്സ് ചെയ്യാം. എഗ്ഗ് കഴിക്കണവർക്ക് ഈ കേർഡിന് പകരം 2 എഗ്ഗ് ബീറ്റ് ചെയ്ത് ആഡ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. കഴിഞ്ഞതിലും പറഞ്ഞിട്ടേ നമ്മൾ എത്രത്തോളം മിക്സ് ചെയ്യണു, എത്ര ഫൈൻ പേസ്റ്റ് ആക്കണു, അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്ക്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ മൈദയും കൊക്കോ പൗഡറും എല്ലാം ഒന്ന് അരിച്ചിട്ടാണ് വെച്ചേക്കണത്. അപ്പോൾ അത് അരിച്ചെടുക്കുമ്പോൾ കേക്ക് ഒന്നുകൂടിയും സോഫ്റ്റ് ആവും. ഇതിപ്പോൾ 2 തവണയായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. എത്ര നമ്മൾ നല്ലോണം അരിക്കുന്നു അതേപോലെ തന്നെ സോഫ്റ്റ് ആവും. ഇത് നല്ലോണം അരിച്ച് മാറ്റി വെച്ചതാണ്. മൈദ ആഡ് ചെയ്യുക, കൊക്കോ പൗഡർ ആഡ് ചെയ്യുക, അതുപോലെ ബേക്കിംഗ് പൗഡർ ഒരു 1.25 ടീസ്പൂൺ ആഡ് ചെയ്യുക. ഇത് നമ്മൾ വെറുതെ ഇട്ടിങ്ങനെ കുറേ ഇളക്കരുത്. ഇതേപോലെ തന്നെ പതുക്കെ 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 മിക്സ് ചെയ്ത് വരണം. മിക്സ് ചെയ്ത് നല്ല ഹാർഡായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. തിക്ക് പേസ്റ്റ് ആയിട്ട് വരും. ഇനി നമ്മളിതിലേക്ക് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ആഡ് ചെയ്യാം. നമ്മൾ 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യത് അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിനി മിൽക്ക് ആഡ് ചെയ്യണം. മിൽക്ക് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്യാം. ഒറ്റയടിക്ക് തന്നെ ഫുള്ള് ഒഴിക്കണ്ട. തിരക്ക് കൂട്ടി പെട്ടെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കരുത്. അപ്പോൾ കേക്ക് അത്ര സോഫ്റ്റ് ആവില്ല. ഒന്ന് ടൈം എടുത്ത് അതൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് സെറ്റ് ആക്കണം. അതെ, നല്ലോണം മിക്സ് ചെയ്ത് ഈ ഒരു ടെക്സ്ചറിൽ എത്തുമ്പോൾ റെഡിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇന്ന് നമ്മളിത് ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കണത്. നമ്മൾ ഈ കറികളൊക്കെ ഉണ്ടാക്കാം, ഫ്രൈ ചെയ്യാം, അങ്ങനത്തെ ഒക്കെ പാത്രത്തിൽ ഇന്ന് നമുക്ക് കേക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പം ഇതിലേക്ക് ആദ്യം നമ്മൾ ബട്ടർ ഫുള്ളൊന്ന് പരട്ടണം. അപ്പോൾ നമ്മൾ ബട്ടറൊക്കെ പരട്ടി കടായി റെഡിയാക്കി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിക്കണം. ഇത് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഗ്യാസിൽ വെക്കും. ഡയറക്റ്റായിട്ട് തന്നെയാണ് വെക്കണത്. നമ്മളൊരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. നമ്മൾ ഫുള്ള് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഡയറക്റ്റ് വെക്കും. എന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കണം. ഈ ഹോളുള്ളത് നമ്മൾ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്താ ചെറിയൊരു ഫോയിൽ പേപ്പർ യൂസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഇതിൽ കാണുന്നില്ലേ? അപ്പോൾ അതേപോലെ
ഒരു ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ അടിയിലേക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ദോശക്കല്ല് വെച്ചിട്ട് ഫുൾ ഫ്ലെയിം ഇട്ട് അത് നല്ലോണം ചൂടാക്കും. ഇപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മളുടെ പാൻ എടുത്ത് അതിൻ്റെ മുകളിൽ വെക്കും. അപ്പോൾ നമ്മൾ കേക്കിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറപ്പ് ചെയ്യാണ്. ഇത് 1/2 കപ്പ് ഹോട്ട് വാട്ടർ എടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ ഷുഗർ പൗഡർ ആഡ് ചെയ്യുക. എന്നിട്ട് 1 ടീസ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്യുക. നമുക്ക് ചോക്ലേറ്റ് കേക്കിൽ കോഫി പൗഡർ വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. എന്തായാലും എല്ലാവരും ടെസ്റ്റ് ചെയ്ത് നോക്കണം, ഉണ്ടാക്കി നോക്കണം. കോഫിയുടെ ഫ്ലേവർ അധികം ഇഷ്ടമില്ലാത്തവർക്ക് 1/2 ടീസ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്താലും മതി. നമുക്ക് കോഫിയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് 1 ടീസ്പൂൺ ഇട്ടതാണ്. അപ്പോൾ നമ്മളിത് ഇതിലേക്ക് മാറ്റിയിട്ടൊരു 15 മിനിറ്റായി. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഒരു 25 മിനിറ്റ്സോളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു ചെക്ക് ചെയ്യാം എന്തായി അവസ്ഥ എന്നുള്ളത്. കുഴപ്പമൊന്നുമില്ല, എല്ലാം ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മളത് റെഡി ആയപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ കോഫിയുടെ സിറപ്പ് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. കുറച്ചൊന്ന് ആദ്യം ഒഴിച്ച് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്യുക ഒരു സ്പൂൺ വെച്ച്. എന്നിട്ട് ഫോർക്ക് യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് ചെറിയ ഹോൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പം നല്ലോണം ഈ സിറപ്പ് ഉള്ളിലേക്ക് ഇറങ്ങും. അപ്പോൾ ഫുള്ളാ ഇതൊക്കെ ഹോൾസ് പോലെ ഫോർക്ക് വെച്ച് ഇതാക്കിയിട്ട് പിന്നെ വീണ്ടും കുറച്ചുകൂടി ഒഴിക്കുക. കോഫിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇത് ആഡ് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഷുഗറിൻ്റെ സിറപ്പ് ആഡ് ചെയ്താൽ മതി. കോഫിയുടെ ഫ്ലേവർ എനിക്കെന്തായാലും ഇഷ്ടമാണ്, ഇവിടെയും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചോക്ലേറ്റ് കേക്കിൻ്റെ കൂടെ. അപ്പോൾ നമുക്കിനി കേക്കിൻ്റെ മുകളിലേക്കുള്ള ക്രീം റെഡിയാക്കാം. ആദ്യം കൊക്കോ പൗഡർ, എന്നിട്ട് ഷുഗർ പൊടിച്ചത്, പൗഡർ ഷുഗർ ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ, എന്നിട്ട് ഒരു പിഞ്ച് ഓഫ് സോൾട്ട്, ഇത് നല്ലോണം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മിൽക്ക് ആഡ് ചെയ്യാം. മിൽക്ക് നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കരുത് കേട്ടോ. നമ്മളിത് ഇട്ടൊന്ന് നല്ലോണം ചൂടാക്കണം, മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ബട്ടറും വാനില എസൻസും ആണ് ആഡ് ചെയ്യണത് ഇതിലേക്ക്. അപ്പോൾ നമ്മളുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നമുക്ക് ക്രീം ഒഴിക്കാം ഇതിലേക്ക്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാത്തുക്കുട്ടി ഉറങ്ങുകയാണ്. അപ്പോൾ പാത്തുക്കുട്ടി എണീറ്റിട്ട് വേണം നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാത്തു എണീറ്റിട്ട് കാണിച്ചു തരാം. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇതിപ്പോൾ നമ്മൾ ആ ചൂടോടെ എല്ലാം ഇതിലേക്ക് ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് റൂം ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ വീണ്ടും ഒരു 1/2 hour ഫ്രിഡ്ജിൽ വെക്കണം. അങ്ങനെ നമ്മുടെ പാത്തുക്കുട്ടി എണീറ്റപ്പോൾ തന്നെ ഫസ്റ്റ് ചോദിച്ചത് കേക്ക് റെഡി ആയോന്നാണ്. അപ്പോൾ അതേ നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ്.
ഗൈസിനോർത്താണോ പത്തൂത്? ശരി.